ഹലോ ഗായ്സ്. എന്റെ ഭർത്താവ് പാത്രം കഴുകി ഇത്രയും ഭാഗം എടുത്തു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ കോഴ്സ് കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചധികം തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്മയും അച്ഛനും കൂടി ഒരു ട്രിപ്പ് പോയിക്കുവാണ്. അപ്പം നമ്മൾ മാത്രമുള്ള വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ വല്ലപ്പോഴും മാത്രം അടുക്കളയിൽ കയറുന്ന ഞാൻ 3 ദിവസത്തേക്ക് ചേട്ടന് ഫുഡ് ഉണ്ടാക്കിയത്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കത്തില്ല, പുറത്തുനിന്ന് ഫുഡ് വാങ്ങത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതെ അതെ, അതുകൊണ്ട് ഏട്ടനെ എന്നെ അടുക്കളയിൽ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 3 ദിവസത്തേക്ക് ഉള്ള ഫുഡ് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് ഡേ 1 ആണ്. ഡേ 1ന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാപ്പിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ദോശയും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ദോശയും ചട്നി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഓൾറെഡി മാവ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാവിന് ദോശ ഇട്ടാൽ മാത്രം മതി. പിന്നെ ചമ്മന്തിക്കുള്ള പൊടിയാണ്, പൊടി ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ കഴിക്കുന്ന സ്കീം. അപ്പം അത് രണ്ടുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അത് നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, എനിക്ക് വേണ്ടി ഇതാ എൻ്റെ ഭർത്താവ് രംഗത്തോട്ട് ഇറങ്ങുകയാണ്. ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് ചുണ്ടിയ തന്നിട്ട് ഒത്തിരി നമ്മൾ വലിപ്പാക്കണ്ട. അൻസുരേഷ് വിഷയം തന്നെ. ഈ ദോശ അറിയത്തില്ല. നോക്കട്ടെ. ഇങ്ങനെ കറക്കി നീ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വരുമല്ല. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഡേ 1ലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായി. കുറച്ച് മാങ്ങയും പപ്പരയ്ക്കയും പിന്നെ കൂടെ നമ്മുടെ ദോശയും പൊടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊടി. അത് എണ്ണ കുഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലാവും. അപ്പം ആനന്ദ് സുരേഷ് പറയൂ, എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇന്നത്തെ ഫുഡിനെ കുറിച്ചുള്ള? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പം ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഒരു 7 കൊടുക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റേറ്റിംഗ് എത്ര? 7.5 ഔട്ട് ഓഫ് 10. അപ്പം നമ്മൾ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പം ഇനി അടുത്ത് നമുക്ക് ഉച്ചക്കലത്തെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അങ്ങനെ ശരി എന്നാ കുറച്ച് മാറിയിരുന്നോണേ. അപ്പം നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സവോള എല്ലാം ഇട്ട് കൊടുക്കുക. ഇത് ശരിയാവുകയാണെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും അനുകരിക്കുക, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാതിരിക്കുക. ഒന്ന് മൂത്ത് വേണം. നോക്കിട്ട് എവിടെ നിർത്തും. ഇതിനകത്തോട്ട് ക്യാരറ്റ്, ഞാൻ ബീൻസ് അരിയാൻ മറന്നുപോയി, അതുകൊണ്ട് ക്യാരറ്റ്, ക്യാബേജും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ബീൻസും കൂടെ വേണ്ടായിരുന്നു, ബീൻസ് വാങ്ങിച്ച് വെച്ച് ഇടാൻ മറന്നുപോയി, അരിയാൻ മറന്നുപോയി. ഇത് നല്ലപോലെ നോക്കണം. അതുപോലെ വീഡിയോ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിനകത്തിപ്പം ചോറിനെക്കാട്ടിലും കൂടുതൽ പച്ചക്കറി മുട്ടയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് തെറ്റിപ്പോയതല്ല. ഞങ്ങൾക്ക് അത്രയും വെജ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലേ ഏട്ടാ? ഓക്കെ ഗൈസ്, അങ്ങനെ മുട്ട ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണോ ഉണ്ട്. എന്നിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ പുറത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ വലിക്കാൻ വേണ്ടി ടിഷ്യൂ ഇട്ട് വെച്ചു. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിക്കണം. അസിസ്റ്റൻറ്റിനെ പെട്ടെന്ന് സൈഡിലത്തെ എല്ലാം
ഇതിനകത്ത് ഫ്ലെയിം കൂടുതലാണോ? ഹൈ ഫ്ലെയിമിലല്ലേ ആണോ? ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ജിയോ ചേട്ടൻ പറഞ്ഞു തന്നത്. ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സക്സസ്ഫുള്ളി ഡേ 1 ലഞ്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഇത് തന്നെ കഷ്ടപ്പെട്ട് സെറ്റപ്പ് ആക്കിയത് കൊണ്ട് നമ്മൾ മിക്സ്ഡ് ചിക്കൻ അല്ല മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, മുട്ടയും ചിക്കൻ എല്ലാം ഉണ്ട്. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം സുരേഷ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയൂ. ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേ ഇല്ല. നന്നായിട്ടുണ്ട്, സീരിയസ്ലി നന്നായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഒരു 9 പിടിച്ചോ. 9. അപ്പം ഡേ 1 ലഞ്ച് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡേ 1 ലാസ്റ്റ് ഇതായ ഡിന്നർ എന്ന് പറഞ്ഞ പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പം അതിന്റെ കൂടുതൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവായിരിക്കും. എൻ്റെ ഈവനിങ് ഡേ ഈവനിങ് എന്താ ഒരു ഡേയുടെ ഈവനിങ് പോർഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് വെച്ചിട്ട് അപ്പം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ചേട്ടൻ മീറ്റിംഗിലാണ്. അപ്പം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഭയങ്കര കുറച്ച് ലിമിറ്റഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നോർമൽ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്, പക്ഷേ ചെറിയൊരു ഇതുകൂടി ഞാൻ ട്വിസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, റോബസ്റ്റ പഴം, പിന്നെ അതുപോലെ തന്നെ മുട്ട, പിന്നെ പാല്, പിന്നെ അതിൻ്റെ കൂടുതൽ ഹണി, പിന്നെ ഒരിത്തിരി വാനില എസൻസ് കൂടി ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ആണ് ഇത്. തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഇനി ഇതാണ് നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്രെഡ് എടുക്കുക, അപ്പുറം എടുക്കുക, എന്താ പാനിടുക, ചുടുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ എന്തെങ്കിലും ആഡ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ സംഭവം സെറ്റ് ആക്കാം. കമോൺ. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ബാറ്റർ. അപ്പം ബാറ്ററിനകത്തോട്ട് ഫ്രഞ്ച് ടോസ്റ്റിനുള്ള ബ്രെഡ് ഇങ്ങനെ മുക്കി എടുക്കാം. ഇത് തീരുന്ന വരെ ബ്രെഡ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത്രയും വേണ്ടി വരും. ഇപ്പം തന്നെ ഒരു 4-5 ആയിട്ടുണ്ട്. നോക്കാം, 2 പേർക്ക് ഒരു 4 വെച്ചിട്ട്. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഓൺലി പ്രോസസ്സാണ്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ടാസ്ക് ആണ് ഇത് മാനേജ് ചെയ്യാൻ. അത് വിചാരിച്ചവരെ കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, അതുകൊണ്ട് വിചാരിച്ചവരെ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയമിലിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതെ, മീഡിയം കൂടെ എടുക്കുന്നുണ്ട്. എനിക്കൊന്നുകൂടി വേണം, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും സെറ്റായി. ഇനി ഞാൻ ബാക്കി സെറ്റാക്കി എടുക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ ഓണാണ്. അയ്യോടാ, ഫുൾ പീസ് എടുത്ത് കഴിക്കടാ. ഒരു ഷേക്കിന്റെ ഇതുണ്ട് ബ്രെഡിന്. എങ്ങനെയുണ്ട്? ഹോണസ്റ്റ് റിവ്യൂ. കൊള്ളാം, നല്ല വെറൈറ്റി. നമ്മുടെ ബനാന പപ്സ് ഒക്കെ കഴിക്കത്തില്ല, അതാണൊക്കെ ഉണ്ട്. അപ്പം ഡേ 1 ഡിന്നർ റേറ്റിംഗ് പറ. ഔട്ട് ഓഫ് 10 10 കൊടുക്കാം. ഒരു വെറൈറ്റി. നീ നല്ല വെറൈറ്റിക്ക് 10 എന്നാലും 10 ആണോ? 10 കൊടുക്കാം. ടേസ്റ്റിനോ? ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിന് റേറ്റിംഗോ? ടേസ്റ്റിന്റെ റേറ്റിംഗും 10. ഓക്കെ, അപ്പം ഡേ 1 ഡിന്നർ സക്സസ്ഫുള്ളി ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ ഗൈസ്, നാളെ ഡേ 2 ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ആക്കാൻ വെച്ചു. അതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണി എടുക്കണ്ടല്ലോ. ഇന്നേ നമ്മൾ പണിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലാഭമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മ്യൂസെല്ലിയുടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചോക്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വേണം. അപ്പം ഇതിനകത്ത് പിന്നെ നമുക്ക് വേണ്ട പിന്നെ ഇതിനകത്ത് പാല്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലാതെ കുറച്ചിടുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചിയാ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്, പാൽ ഒഴിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പം പിന്നെ രാവിലെ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നാളെ രാവിലെ കാണിക്കാം. അപ്പം മ്യൂസെല്ലിയുടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പാലിട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് കുതിരുന്ന അത്രയും പാലിട്ട് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണ കണക്കൊക്കെ എടുക്കുന്ന ഇനി ലോകം മടിയായതുകൊണ്ട്. ഇനി കുറച്ച് ചിയാ സീഡ് ഇടുക. ഞാൻ ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് തേൻ വയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡേറ്റ്സ് ഇടാം. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചുണ്ട്. അപ്പോൾ ഇത് വാൾനട്ടൊക്കെയാണ്. ശരിക്കും നല്ല അൾട്രാ മടിയാണ്, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊക്കെ പൊടിച്ചാൽ ഇടുക. അല്ലെങ്കിൽ അരിഞ്ഞൊക്കെ ഇടുവായിരുന്നു. ഇതാണ് സംഭവം. ഞാൻ വളരെ കുറച്ച് സാധനം എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് മ്യൂസെല്ലിയും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് തേനും പിന്നെ എന്തുവായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചിയാ സീഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഞാൻ വെക്കുകയാണ്, ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നാളെ ഞാൻ പാൽ വെച്ച് മ്യൂസെല്ലി ആദ്യം ഇട്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് കഴിക്കാം. ഇത്രയുള്ള സംഭവം.
ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. ഉണ്ടാക്കിയൊരു സംഭവം വീഡിയോ ആയിട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാണ്. ഇനി നമുക്ക് നാളെ കാണാം. ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ചധികം ലേറ്റായി. അപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് അല്ല, ഞാനിന്ന് പകുതി ഉണ്ടാക്കിയ ചോറിനായിട്ട് വെച്ച് വന്ന് പാലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒട്ടും എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. അപ്പോൾ എല്ലാം ഞാൻ 7 മണിയായപ്പോൾ എണീച്ചു, പക്ഷേ വീട് തിരിഞ്ഞാണ് ഉറങ്ങി. അപ്പം ഓവർ നൈറ്റ് ഓട്ട്സൊക്കെ സെറ്റാക്കി. ഓക്കെ കമോൺ, സ്വന്തമായിട്ട് ഉണ്ടാക്കി ഓവർ നൈറ്റ് ഓട്ട്സിന് റേറ്റിംഗ് തരും. 10 out of 10. ശരി. അപ്പോൾ ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ റെസിപ്പി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട്. ഈ റെസിപ്പി നോക്കണ്ട, ആ റെസിപ്പി നോക്കിയാൽ മതി. തട്ടിക്കൂട്ടൽ ഓവർ നൈറ്റ്സ് ആയി, പക്ഷേ ഓവർ നൈറ്റ് ഓട്ട്സ് ആയിപ്പോയി. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഒരു എന്താ പറയുക സാധാ സംഭവമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ഉച്ചയ്ക്കത്തെ മെനു കാണാം. സുഹൃത്തുക്കളെ, എൻ്റെ 4 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഡേ 2 ഉച്ചക്കത്തെ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട്. പപ്പട ചമ്മന്തി, കൊഞ്ച് ഉണക്ക കൊഞ്ചിൻ്റെ ഫ്രൈ, പൊട്ടറ്റോ മെഴുക്കുവരട്ടി, പിന്നെ പുളിശ്ശേരി. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത്. പറ എങ്ങനെയുണ്ട്? ശരിക്കും ഓക്കെ. ആനന്ദ് സുരേഷ്, ഡേ 2 ലഞ്ചിന്റെ റേറ്റിംഗ് പറയൂ. ഔട്ട് ഓഫ് 10. 10 out of 10. അങ്ങനെ പറഞ്ഞാൽ പോരാ. പപ്പടത്തിന്റെ റേറ്റിംഗ്. പപ്പടം 10 out of 10. കൊഞ്ച് 10 out of 10. പപ്പട ചമ്മന്തി അത് നിനക്ക് ഇഷ്ടമായി. ഒരു 9 കൊടുത്തോ. അത് നിനക്ക് അത് നിനക്ക് പുളി ഇഷ്ടമില്ലാത്തോണ്ടാ. മെഴുക്കുവരട്ടി അടിപൊളിയായിട്ടുണ്ട്. 10. പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. നീ മാത്രം ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പം ഡേ 2 ലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഫുൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ചേട്ടൻ വർക്കിലായിരുന്നത് കൊണ്ട് എനിക്ക് എന്താ ഉണ്ടാക്കിയത് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് യൂഷ്വൽ റെഗുലർ സംഭവങ്ങൾ മാത്രമായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഡേ 2 ഡിന്നറിന് ഓൾറെഡി ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഡിന്നറായിട്ട് കുറച്ച് ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ മുട്ടയും ഒനിയനും എന്തൊക്കെ നിങ്ങളുടെ വെജീസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം. ലൈക്ക് ഒനിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് ഉപ്പിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് വെജ് മയോയും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിനകത്ത് നടുക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ബട്ടറിനകത്ത് ഇട്ടിട്ട് നമ്മൾ അപ്പുറം ഇട്ട് എടുക്കുക. സംഭവം മുടിഞ്ഞ ടേസ്റ്റാണ്. നമ്മൾ ഈ പറയുന്ന പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഹെൽത്തി ഓപ്ഷൻ, ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പം അത് എടുക്കുമ്പോൾ ലൈക്ക് ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഇതെല്ലാം പെട്ടെന്ന് എടുക്കണം. അപ്പോൾ എനിക്ക് വീഡിയോ ഇതും കൂടെ വെച്ചിട്ട് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പം അതുകൊണ്ട് മഴയുടെ സമയങ്ങളിൽ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ കൂടുതൽ എന്തായാലും ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ ഇപ്പോഴും മീറ്റിംഗ് ആണ്. അപ്പം ഒരു ഷെയ്ക്കും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഐസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാൻ അങ്ങനെ ട്യൂർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ബനാനയും ആപ്പിളും ഒക്കെ ഇട്ടിട്ട് ഞാൻ നോർമൽ ഒരു ഷേക്ക് ഉണ്ടാക്കാണ്. സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. ഡെയിലി ഞങ്ങൾ മിക്കപ്പോഴും ഇപ്പോൾ ഷേക്ക് അടിച്ച് കുടിക്കുന്നുണ്ട്, കാരണം ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണെങ്കിൽ പ്രത്യേകിച്ച് പഴം എപ്പോഴും ഇവിടെ കാണും, അതുകൊണ്ട് ഷേക്ക് അടിച്ച് കുടിക്കും. അപ്പം ഞാൻ ഷേക്കും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി നിങ്ങളെ സക്സസ്ഫുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. പിന്നെ അതിൻ്റെ സോസ് ഇത് എൻ്റെ സ്പെഷ്യൽ മിക്സിംഗ് സോസാണ്. പിന്നെ ഒരു ഷേക്കും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷേക്കിനകത്ത് ആപ്പിളും ബനാനയും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മധുരം ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അവിടെ കഴിക്കൽ തുടങ്ങി. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല, സ്ഥിരം ഐറ്റമാണ്. എനിക്ക് സ്ഥിരം ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റായി സംഭവത്തിന്. സോസും കൂട്ടി കഴിക്കാൻ, സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആനന്ദ് സുരേഷ് കമോൺ, എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്ക്. ഒളിച്ചൊക്കെ നോക്കുന്നു. സോസൊക്കെ അങ്ങനെ തേച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കഴിയും. അതെന്തുവാ അങ്ങനെ? ഇതിന് എത്ര റേറ്റിംഗ് തരും? 10 out of 10. 10 ഉള്ളോ? ഞാൻ എക്സ്പെക്ട് ചെയ്ത് 100 out of 10 തന്നെ. കാരണം ഇവന്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ, അല്ലേ? Extra marks for extra handwriting. അതെ അതെ. എന്നാൽ 100 out of 10. അപ്പം ഡേ 2 ഡിന്നർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇതിൽ ട്വിസ്റ്റ് ആണ്, നാളത്തെ ഡേ 3 ഞാൻ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഏതൊക്കെ നേരം എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. ഉണ്ടാക്കുന്ന നേരത്തെ സംഭവങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ടാറ്റാ, ബാക്കി നമുക്ക് നാളെ കാണാം. എല്ലാവരും വിചാരിക്കും ഞാൻ മാത്രം വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ കൈ കാണിച്ചേ തിരികെ ഇത് കണ്ടോ? നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭർത്താവ് പാത്രം കഴുകി ഇത്രയും ഭാഗം എടുത്തു. സ്ഥിരമായിട്ട് കഴുകാത്ത ഒരു പണി എടുക്കാത്തവന്റെ കയ്യിൽ നിന്ന് കാണിക്കുമോ? കണ്ടോ? ഇത്രയും ഭാഗം എടുത്ത് അത്രയ്ക്ക് കണ്ട കൈയൊക്കെ
പാത്രം കഴുകി വിറങ്ങലിച്ച് പോയി ഗൈസ്. ഇനി ആരും ലൈക്ക് വിചാരിക്കരുത്. ഇനിയിപ്പം കമന്റിൽ വല്ലതും പറഞ്ഞാലോ അതിനാരും വിചാരിച്ചത് അല്ല എല്ലാം ശരിക്കും ഏട്ടനും ഞാൻ മീൻസ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവൻ ഫ്രീ ആയിരിക്കില്ല. ബട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഏരിയ ഫുൾ ക്ലീൻ ആക്കി പാത്രമൊക്കെ കഴുകി വെക്കുന്നതൊക്കെ ഫുൾ ഏട്ടൻ തന്നെയാണ്. എനിക്കിത് ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ടീച്ചറെ വീട്ടിൽ പോകണം. അതുകൊണ്ട് Day 3 അപ്പോൾ ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.